അതിൽ അൽഷിമേഴ്സ് 10 വർഷം മുമ്പ് കണ്ടുപിടിക്കാവുന്ന ഉപകരണം ജപ്പാനുമായി ചേർന്ന് കേരളത്തിലാണ് നിർമ്മിക്കുന്നതെന്നും ഇന്ത്യയിലെ ഏക ഇൻഡിജിനസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണെന്നൊക്കെ സംരംഭകർക്ക് പോലും അറിയില്ല. എന്നാൽ കേരളത്തിൽ ഒരു നിയമം ശരിയാണോ തെറ്റാണോ ഓടി ബസ്സിൻ്റെ പേര് ചോദിച്ചാൽ ആളുകൾക്ക് അറിയാൻ പറ്റും. പെട്ടിക്കടയുടെ മുൻപിൽ കൊടി കുത്തിയിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയാണ് കേരളത്തിൽ വലിയ പ്രചാരവില കിട്ടിയത്. കേരളം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായത്തിന് പറ്റിയ ഇടമല്ല. ഇവിടെ ആകെ പെട്ടിക്കടയും ബാർബർ ഷോപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ബീവറേജ്, ലോട്ടറി, ഇതാണ് കേരളം. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കുറേ കാലമായി നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്നതിന് ശേഷം വന്ന സ്ഥാപനങ്ങളൊന്നും അല്ലത്. നമ്മൾ കുറേ മാറ്റം ഉണ്ടാക്കി. പക്ഷേ ഇതല്ല കേരളം, നിങ്ങൾ പറയുന്നതല്ല എന്ന ഒരു ശരിയായ ചിത്രം അവതരിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ തന്നെ കുറേ നിയമങ്ങൾ, ചട്ടങ്ങൾ, ഉത്തരവുകൾ സങ്കീർണമായിരുന്നു, വ്യക്തതയില്ലാത്തതുണ്ടായിരുന്നു, പ്രായോഗികമല്ലാത്തതുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ നിയമസഭയിൽ പറഞ്ഞു, ഇപ്പോൾ ഉള്ള നിയമം അനുസരിച്ച് ഒരു ഇൻസ്പെക്ടർ വന്ന് നോക്കിയാൽ കൂജയുണ്ടോ കോളാമ്പി ഉണ്ടോ എന്ന് ചോദിച്ചു വരെ വേണമെങ്കിൽ നടപടിയെടുക്കാം. ഞങ്ങളത് മാറ്റാൻ പോവുകയാണ്, ഒരു കമ്മീഷനെ വെച്ചു. പക്ഷേ സോഷ്യൽ മീഡിയ എടുത്ത് കേരളത്തിൽ വ്യവസായം തുടങ്ങണമെങ്കിൽ കോളാമ്പി വേണം. ഇങ്ങനൊരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ.